ഇനി നമുക്ക് ഡൈജസ്റ്റീവ് ഗ്ലാൻസും അതിൻ്റെ സെക്രീഷൻസും പഠിക്കാം കേട്ടോ. ഏതൊക്കെയാണ് മേജർ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഇൻ ദ എലിമെൻ്ററി ട്രാക്ട്? എലിമെൻ്ററി ട്രാക്റ്റിൽ 3 മേജർ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണ്. ഒന്ന് സലൈവറി ഗ്ലാൻഡ്, ഒന്ന് ലിവർ, പിന്നെ പാൻക്രിയാസ്. ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട്, അതായത് നമ്മൾ ഗ്യാസ്ട്രിക് സെക്രീഷനെ ഡൈജസ്റ്റീവ് ഗ്ലാൻസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ വി ഹാവ് ടു സേ ദാറ്റ് സം ഡൈജസ്റ്റീവ് ഗ്ലാൻഡുലാർ സെൽസ് ആർ പ്രസൻറ്റ് ഇൻ സ്റ്റൊമക്ക്. അപ്പോൾ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ സെക്രീഷൻ വന്നിട്ട് സലൈവറി ഗ്ലാൻസിൽ നിന്നുണ്ടാവും. അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ നിന്നുണ്ടാവും. ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സെല്ലുലാർ ഗ്ലാൻസ് അല്ല, യൂണിസെല്ലുലാർ. ഈ ഓരോരോ സെല്ലാണ് അവിടെ ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അവിടെ സെപ്പറേറ്റ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ് കാണാത്തത് കേട്ടോ. അതേപോലെ നെക്സ്റ്റ് ലിവർ പഠിക്കും, പിന്നെ പാൻക്രിയാസ്, പിന്നെ നമ്മൾ പഠിക്കുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് കേട്ടോ. നൗ വി വിൽ സീ ദ സെക്രീഷൻസ് ഓഫ് ദ സലൈവറി ഗ്ലാൻഡ്. ഫസ്റ്റ് സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ സെക്രീറ്റിംഗ് സലൈവ. സലൈവയുടെ സെക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സലൈവറി ഗ്ലാൻഡ്സ്. നമുക്ക് മേജറായിട്ട് 3 സലൈവറി ഗ്ലാൻഡ്സ് ആണ് ഉള്ളത് മൗത്തിൽ അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിൽ. ദാറ്റ് ഈസ് പരോട്ടിഡ് ഗ്ലാൻഡ്, സബ്മാക്സിലറി അല്ലെങ്കിൽ സബ്മാൻഡിബുലർ ഗ്ലാൻഡ്, സബ്ലിംഗ്വൽ ഗ്ലാൻഡ്. ഇതിനകത്ത് പരോട്ടിഡ് ഗ്ലാൻഡ് ഏറ്റവും വലിയ ഗ്ലാൻഡാണ്. ഏറ്റവും വലിയ ഗ്ലാൻഡ് പരോട്ടിഡ് ഗ്ലാൻഡാണ്. പരോട്ടിഡ് ഗ്ലാൻഡ് ഇരിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഇയർ, നമ്മുടെ ഇയറിൻ്റെ മുമ്പിൽ, ഇയറിൻ്റെ താഴെയായിട്ട് ഈ ഭാഗത്താണ് പരോട്ടിഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത് കേട്ടോ. ഈ പരോട്ടിഡ് ഗ്ലാൻഡ് ഇറ്റ് ഓപ്പൺസ് ടു ദ ബക്കൽ ക്യാവിറ്റി ത്രൂ ഇറ്റ്സ് ഡക്റ്റ്. അതിൻ്റെ ഡക്റ്റ് വഴിയാണ് അത് ബക്കൽ ക്യാവിറ്റിയിലേക്ക് സലൈവേനെ സെക്രേറ്റ് ചെയ്യുന്നത്. ആ ഡക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റെൻസൺസ് ഡക്റ്റ്. പരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഡക്റ്റ് ആണ് സ്റ്റെൻസൺസ് ഡക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്ലാൻഡ് ഈ സബ്മാക്സിലറി അല്ലെങ്കിൽ സബ്മാൻഡിബുലാർ ഗ്ലാൻഡ്. അത് നമ്മുടെ ലോവർ ജോയിൽ ഇരിക്കുന്ന ഗ്ലാൻഡാണ്. അതായത് നമ്മുടെ ഈ താടിയലുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്ന ഗ്ലാൻഡാണ്. ഈ 2 ഭാഗത്തുമായിട്ടിരിക്കുന്ന ഗ്ലാൻഡാണ് എന്ത്? സബ്മാക്സിലറി അല്ലെങ്കിൽ സബ്മാൻഡിബുലാർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ആ സബ്മാക്സിലറി സബ്മാൻഡിബുലാർ ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്ന സെക്രേഷനും നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിലേക്ക് വരുന്നത് ഒരു ഡക്റ്റ് വഴിയാണ്. ദ ഡക്റ്റ് ഈസ് നെയിംഡ് ആസ് വാർട്ടൺസ് ഡക്റ്റ്. വാർട്ടൺസ് ഡക്റ്റ് എന്ന് പറയുന്ന ഡക്റ്റ് വഴിയാണ് സബ്മാക്സിലറി അല്ലെങ്കിൽ സബ്മാൻഡിബുലാർ ഗ്ലാൻഡ്സ് ചെയ്യുന്ന സലൈവ ബക്കൽ ക്യാവിറ്റിയിലേക്ക് റിലീസ് ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റ് ഗ്ലാൻഡാണ് സബ്ലിംഗ്വൽ ഗ്ലാൻഡ്. അത് ഏറ്റവും ചെറിയ ഗ്ലാൻഡാണ്. അത് നമ്മുടെ നാവിൻ്റെ അടിയിലിരിക്കുന്ന ഗ്ലാൻഡാണ് കേട്ടോ. ഈ സബ്ലിംഗ്വൽ ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻ അല്ലെങ്കിൽ സലൈവ അത് പാസ് ചെയ്യുന്ന ഡക്റ്റ് ഓഫ് റിവിനസ് എന്ന് പറയുന്ന ഒരു ഡക്റ്റ് വഴിയാണ്. അതിൻ്റെ ഡക്റ്റിന്റെ പേരാണ് ഡക്റ്റ് ഓഫ് റിവിനസ്. ഇവിടെ സലൈവ വന്നിട്ട് ഒരാൾക്ക് നോർമലി 1 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ സലൈവ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ദിവസം 1 മുതൽ 1.5 ലിറ്റർ വരെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ അതിന്റെ pH എന്ന് പറയുന്ന സലൈവയുടെ pH എപ്പോഴും 6.8 ആയിരിക്കും കേട്ടോ. സലൈവ pH ഈസ് 6.8. The secretion is 1 to 1.5 liter. Okay, 1 to 1.5 liter of saliva will be secreted. This saliva content and the saliva it consists of water. It consists of water and electrolytes. It consists of water and electrolytes. Electrolytes idrathu കാണുന്ന electrolytes ഏതൊക്കെയാണെന്ന് വെച്ചാൽ sodium, potassium, Na plus, K plus, chloride, and we can see HCO3 minus or bicarbonate. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണുന്ന electrolytes. ഇത് റിസീവ് ചെയ്യുന്ന എവിടെ നിന്നാന്ന് വെച്ചാൽ ഫ്രം ദ പ്ലാസ്മ ഓഫ് ബ്ലഡ്. ഫ്രം പ്ലാസ്മ ഓഫ് ബ്ലഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്ന വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഈ വാട്ടറും ഇലക്ട്രോലൈറ്റ്സും അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നത് ബ്ലഡ് പ്ലാസ്മയിൽ നിന്നാണ്. ഇതിൻ്റെ അകത്ത് മേജർ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡ് ആൻഡ് ബൈകാർബണേറ്റ് ആണ്. Now the next content of the saliva, it is mucus. Mucus that will help in lubrication of the food. ഫുഡിന്റെ ലൂബ്രിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. അതേപോലെ അതിനകത്ത് കാണുന്ന നെക്സ്റ്റ് എൻസൈമാറ്റിക് പോർഷൻ ആണ് സലൈവറി എൻസൈം. that is nothing but ടൈലിൻ. ടൈലിൻ എന്ന് പറയുന്ന
ടൈലിൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് സലൈവറി എൻസൈം ആണ് കേട്ടോ. ആക്റ്റീവ് സലൈവറി എൻസൈം എന്ന് പറയുന്നത് സലൈവറി അമൈലേസ്. സലൈവറി എൻസൈം ഏതാണ്? സലൈവറി അമൈലേസ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം 30% ഫുഡ് നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിൽ തന്നെ വെച്ച് ഡൈജസ്റ്റ് ആയി പോകുന്നുണ്ട്. അത് എന്തിന്റെ ഹെൽപ്പ് കൊണ്ടാന്ന് ചോദിച്ചാൽ സലൈവറി അമൈലേസിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. ഇനി ഇതിനകത്ത് കാണുന്ന വേറൊരു എൻസൈമാണ് ലൈസോസൈം എന്ന് പറയുന്നത്. ലൈസോസൈം ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ റിമൂവിങ് ഓൾ ബാക്ടീരിയ. ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈസോസൈം എൻസൈം ഉള്ളത്. അപ്പൊ നമ്മുടെ സലൈവറി സെക്രീഷൻ അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻസിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം 1 മുതൽ 1.5 ലിറ്റർ വരെയാണ്. ഇതിന്റെ pH 6.8 ആണ്. അതേപോലെ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വാട്ടറും ഇലക്ട്രോലൈറ്റ്സും പ്ലാസ്മയിൽ അബ്സോർബ് ചെയ്യുന്നത്. അതേപോലെ മ്യൂക്കസ് കണ്ടന്റ് ഉണ്ട്, എൻസൈമാറ്റിക് പോർഷൻ ഉണ്ട്. ഓക്കെ, സോ എൻസൈമാറ്റിക് പോർഷൻ എന്ന് പറയുന്നത് സലൈവറി അമൈലേസും ലൈസോസൈമും ആണ്. ഈ സലൈവറി അമൈലേസ് ആ സലൈവറി അമൈലേസ് ഇനാക്റ്റീവ് ഫോമിൽ ഇരിക്കുമ്പോൾ പറയുന്ന പേരാണ് ടൈലിൻ. ഓക്കെ, ടൈലിൻ ദാറ്റ് ഈസ് ഇനാക്റ്റീവ് സലൈവറി അമൈലേസ്. that will help in digestion of the starch അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു 30% ഡൈജഷൻ നമ്മുടെ മൗത്തിന്റെ ഉള്ളിൽ വെച്ച് നടക്കാൻ കാരണം സലൈവറി അമൈലേസ് ആണ് കേട്ടോ. ലൈസോസൈമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു കിൽ ഓൾ ദ ബാക്ടീരിയ ഇൻ ദ ഫുഡ്. നമ്മുടെ ഫുഡിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയൽ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ലൈസോസൈം ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സെക്രീഷൻ ഫ്രം ദ സലൈവറി ഗ്ലാൻഡ്സ്. ഇനി വരുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആണ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഇൻ ദ വോൾ ഓഫ് സ്റ്റൊമക്ക്. സ്റ്റൊമക്കിന്റെ വോളിൽ നിന്നുള്ള സെക്രീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടാ. നെക്സ്റ്റ് വൺ, ദ സെക്രീഷൻ ഫ്രം ദ സ്റ്റൊമക് വോൾ. ഈ ഓരോ ഡക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്റ്റെൻസൺസ് ഡക്ട്, വാർട്ടൺസ് ഡക്ട്, ഡക്ട് ഓഫ് റിവിനസ്, ഇതൊക്കെ നമുക്ക് നീറ്റ് എക്സാമിൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് വലിയ ഗ്ലാൻഡ് ഏതാ, ചെറിയ ഗ്ലാൻഡ് ഏതാ, ഓരോന്നിന്റെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഇൻ ദ വോൾ ഓഫ് സ്റ്റൊമക്. സ്റ്റൊമക്കിന്റെ വോളിൽ കാണുന്ന ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, അതൊരു മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സ് അല്ല. സലൈവറി ഗ്ലാൻഡ്സ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും മൾട്ടി സെല്ലുലാർ സ്ട്രക്ചറാണ്. അതൊരു ഗ്ലാൻഡുലാർ സ്ട്രക്ചറാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് സ്റ്റൊമക്കിന്റെ ഉള്ളിലിരിക്കുന്ന സിമ്പിൾ കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ടല്ലോ, ഓരോ കൊളുംനാർ എപ്പിത്തീലിയോ എന്തായിട്ട് ആക്ട് ചെയ്യും? ഗ്ലാൻഡുലാർ സെൽസ് ആയിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് സെല്ലുലാർ ഗ്ലാൻഡ്സ് ആണ്. മറ്റത് എങ്ങനെയാണ്? ഒരു സ്ട്രക്ചറൽ ഫോം ആണ്, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ആണ്. ഒരു പരോട്ടിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ സബ്മാക്സിലറി സബ്ലിംഗ്വൽ ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്നത് ഒരു മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് ആണ്. പക്ഷെ ഇതൊരു യൂണിസെല്ലുലാർ ഗ്ലാൻഡ് ആണ്. ഓക്കെ, സോ ഹിയർ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് പ്രസന്റ് ഇൻ ദ സ്റ്റൊമക് റീജിയൻ. ദാറ്റ് ഈസ് പേരിയേറ്റൽ സെൽ അല്ലെങ്കിൽ ഓക്സിൻറ്റിക് സെൽ. ഈ പേരിയേറ്റൽ സെൽ അല്ലെങ്കിൽ ഓക്സിൻറ്റിക് സെൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സെക്രീഷൻ ആണ് ഉണ്ടാക്കുക. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സെക്രീഷനും അതേപോലെ ദേ വിൽ സെക്രീറ്റ് കാസിൽ ഇൻട്രിൻസിക് ഗ്യാസ്ട്രിക് ഫാക്ടർ. കാസിൽ ഇൻട്രിൻസിക് ഗ്യാസ്ട്രിക് ഫാക്ടർ എന്ന് പറയുന്നത് വിറ്റാമിൻ B12 അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. വിറ്റാമിൻ B12 അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കാസിൽ ഇൻട്രിൻസിക് ഗ്യാസ്ട്രിക് ഫാക്ടർ. ഇത് രണ്ടും സെക്രീറ്റ് ചെയ്യുന്നത് പേരിയേറ്റൽ സെൽ അല്ലെങ്കിൽ ഓക്സിൻറ്റിക് സെൽ ആണ് കേട്ടോ. ഇനി HCl ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഈ സ്റ്റൊമക്കില് ഒരൊറ്റ എൻസൈം മാത്രമേ മേജർലി സിന്തസൈസ് ചെയ്യുന്നുള്ളൂ, പെപ്സിനോജൻ എന്ന് പറയുന്നത്. അതിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വളരെ ലോ ആയിട്ടുള്ള pH അല്ലെങ്കിൽ വളരെ അസിഡിക് ആയിട്ടുള്ള pH വേണം. ദാറ്റ് വിൽ ബി അറൌണ്ട് 1.8 to 2. ഓക്കെ, ആ 1.8 മുതൽ 2 വരെ pH എന്ന് പറയുന്ന കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അസിഡിറ്റി ആണ് അല്ലെങ്കിൽ pH ആണ്. ആ ഒരു കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് HCl സെക്രീഷൻ. ഓക്കെ, സോ ഹിയർ ഈ പേരിയേറ്റൽ സെൽ അല്ലെങ്കിൽ ഓക്സിൻറ്റിക് സെൽ സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് സെക്രീഷൻസ്, ഒന്ന് HCl to provide acidic condition inside the stomach for the activation of this pepsinogen. Pepsinogen എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്, അതിന്റെ ആക്ടിവേഷന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കാസിൽ ഇൻട്രിൻസിക് ഗ്യാസ്ട്രിക് ഫാക്ടർ എന്ന് പറയുന്നത് വിറ്റാമിൻ B12 അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറാണ് സ്റ്റൊമക്കിന്റെ ഉള്ളിൽ കാണുന്നത്. ഇത് രണ്ടും സെക്രീറ്റ് ചെയ്യുന്ന പേരിയേറ്റൽ സെൽ അല്ലെങ്കിൽ ഓക്സിൻറ്റിക് സെല്ലിൽ നിന്നാണ്. ഇനി നെക്സ്റ്റ് വൺ, ചീഫ് സെൽ അല്ലെങ്കിൽ സൈമോജനിക് സെൽ അല്ലെങ്കിൽ പെപ്റ്റിക് സെൽ അല്ലെങ്കിൽ സെറസ് സെൽ എന്നൊക്കെ പറയും. ഇതിന്റെ സെക്രീഷൻ എന്താന്ന് വെച്ചാൽ പെപ്സിനോജൻ, അതേപോലെ ഇൻ ദ കേസ് ഓഫ് ഇൻഫൻസ് വളരെ കുഞ്ഞു കുട്ടികളിൽ പ്രോറെനിന്റെ സെക്രീഷനും അത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പ്രോറെനിൻ, നമ്മൾ ആദ്യം ഹോർമോണിൽ റെനിൻ പഠിച്ചു, RENIN റെനിൻ അല്ലേ. ഇവിടെ നമ്മൾ പഠിക്കുന്ന RENNIN റെനിൻ ആണ് കേട്ടോ. മിൽക്ക് കൊയാഗുലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ആണിത്.
So here chief cells or zymogenic cell or peptic cell or serous cell. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഡിഫറെൻറ്റ് നെയിംസ് നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മേജർ സെക്രീഷൻ നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാവുക പെപ്സിനോജൻ്റെ സെക്രീഷനാണ്. പെപ്സിനോജൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ച് പെപ്റ്റൈഡും പെപ്റ്റോൺസും ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് വലിയ ഒരു പ്രോട്ടീൻ ചെയിനെ മുറിച്ച് ചെറിയ ചെറിയ ചെയിൻസ് ഓഫ് പെപ്റ്റൈഡ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് പെപ്സിനോജൻ്റെ ഫംഗ്ഷൻ. ഈ പെപ്സിനോജൻ സെക്രീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻ ഇനാക്റ്റീവ് ഫോം. ഇനാക്റ്റീവ് ഫോമിൽ സെക്രീറ്റ് ചെയ്യുന്ന പെപ്സിനോജനെ ഈ HCl ആണ് ആക്റ്റീവ് ആക്കി മാറ്റുന്നത്. അതായത് അതിന് ഹൈ അസിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് പെപ്സിനോജൻ ആക്റ്റീവ് ആവുള്ളൂ. അതേപോലെ പ്രോറിനിൻ എന്ന് പറയുന്ന എൻസൈം ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഇൻ സ്മോൾ ഇൻഫൻസ്. വളരെ ചെറിയ കുട്ടികളിൽ സെക്രീറ്റ് ചെയ്യുന്നതാണ് പ്രോറിനിൻ. ഈ പ്രോറിനിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ മിൽക്ക് കൊയാഗുലേഷൻ. മിൽക്കിന്റെ കൊയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോറിനിൻ എന്ന് പറയുന്നത് കേട്ടോ. നൗ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് മ്യൂക്കസ് സെൽസ് ഓർ നെക്ക് സെൽസ്. മ്യൂക്കസ് നെക്ക് സെൽസ് ഓർ ഗോബ്ലെറ്റ് സെൽസ്. മ്യൂക്കസ് നെക്ക് സെൽസ് അല്ലെങ്കിൽ ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയുന്ന സെൽസും സ്റ്റൊമക്കിൽ കാണുന്നതാണ്. ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ സെക്രീഷൻ ഓഫ് മ്യൂക്കസ്. മ്യൂക്കസിന്റെ സെക്രീഷൻ നമ്മുടെ സ്റ്റൊമക്കിൽ വരണ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഈ ഹൈ അസിഡിക് ആയിട്ടുള്ള HCl സെക്രീറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് മേ ലീഡ് ടു കൊറോഷൻ ഓഫ് ദ വാൾ ഓഫ് ദ സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്കിന്റെ വാളിന് കൊറോഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്ക് വാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മ്യൂക്കസ് കോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മ്യൂക്കസ് നെക്ക് സെൽസ് അല്ലെങ്കിൽ ഗോബ്ലെറ്റ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസിന്റെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ ഹൈലി അസിഡിക് pH ആണുള്ളത്. അവിടെ നമ്മുടെ ഫുഡ്, നമ്മൾ സാധാരണ ഫുഡിന്റെ ഡൈജഷൻ പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനുമാണ് ഡൈജസ്റ്റ് ചെയ്യേണ്ട ഫുഡ് അല്ലേ. അതിനകത്ത് പ്രോട്ടീൻ്റെ ഡൈജഷൻ, പാർഷ്യൽ ഡൈജഷൻ മാത്രമേ എവിടെ നടക്കുന്നുള്ളൂ, സ്റ്റൊമക്കിന്റെ ഉള്ളിൽ നടക്കുന്നുള്ളൂ. അവിടെ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ ഒട്ടും നടക്കുന്നില്ല. അതേപോലെ തന്നെ ലിപ്പിഡിന്റെ അല്ലെങ്കിൽ ഫാറ്റിന്റെ ഡൈജഷനും നടക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ കാണുന്നത്. ഗ്യാസ്ട്രിക് ഗ്ലാൻസിലെ മേജർ സെൽസ് പേരിയറ്റൽ സെൽ അല്ലെങ്കിൽ ഓക്സിഡറി സെൽ വിച്ച് വിൽ സെക്രീറ്റ് HCl ആൻഡ് ഗ്യാസ്ട്രിക് ഇൻട്രിൻസിക് കാസിൽ ഇൻട്രിൻസിക് ഗ്യാസ്ട്രിക് ഫാക്ടർ. ചീഫ് സെൽസ് അല്ലെങ്കിൽ പെപ്സിനോജനിക് peptic cells അല്ലെങ്കിൽ zymogenic cells അല്ലെങ്കിൽ serous cells will secrete pepsinogen for the partial digestion of protein. Prorenin only in the case of infants for the coagulation of milk protein. അതുപോലെ mucous neck cells or the goblet cells that will help in secretion of mucus for preventing the wall of the stomach from corrosion. Okay, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ലിവറിന്റെ സെക്രീഷൻസ് ഏതൊക്കെയാണെന്നാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൊമക്കിൻ്റെ എൻഡോക്രൈൻ സെക്രീഷൻ ഉണ്ട് കേട്ടോ. അതായത് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് നമ്മൾ പറഞ്ഞില്ലേ, പേരിയറ്റൽ സെൽസ്, ഓക്സിൻറ്റിക് സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് പറഞ്ഞു, ചീഫ് സെൽസ്, അതുപോലെ മ്യൂക്കസ് നെക്ക് സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറേ എൻഡോക്രൈൻ സെൽസും ഉണ്ട്. ആ എൻഡോക്രൈൻ സെൽസ് ഞാനിവിടെ ഈ ഇപ്പുറത്തെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹോർമോണൽ കൺട്രോൾ ഓഫ് ഡൈജഷൻ. ഡൈജഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ന്യൂറൽ ആക്ടിവിറ്റിയും ഹോർമോണൽ ആക്ടിവിറ്റിയും കൂടി കൂടിയിട്ടാണ്. അല്ലെങ്കിൽ ന്യൂറൽ കൺട്രോളും ഹോർമോണൽ കൺട്രോളും നമുക്ക് അവിടെ കാണാൻ കഴിയും ഡൈജഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹിയർ വി ക്യാൻ സി ദർ ആർ സർട്ടൺ സെൽസ് പ്രസൻറ്റ് ഇൻ ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ കാണുന്ന ചില സെൽസ് ഉണ്ട്. ദാറ്റ് സെൽസ് ആർ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് സർട്ടൺ ഹോർമോൺസ് for controlling the digestive activity. Digestion activity-നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഹോർമോൺസും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് സ്റ്റൊമക്കിൻ്റെ റീജിയനിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്യാസ്ട്രിൻ ഈസ് എ സെക്രീഷൻ ഫ്രം ദ പൈലോറിക് സ്റ്റൊമക്ക്. പൈലോറിക് സ്റ്റൊമക്കിൽ നിന്നുള്ള ഒരു സെക്രീഷനാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത്. ഈ ഗ്യാസ്ട്രിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്യാസ്ട്രിക് എൻസൈംസിനെ, അതായത് HCl-നെ, മ്യൂക്കസിൻ്റെ സെക്രീഷൻ ഫ്രം ദ സ്റ്റൊമക്ക് ആസ് വെൽ ആസ് ദ പെപ്സിനോജൻ, ഇതിനെയൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ്? ഗ്യാസ്ട്രിൻ ആണ്. സോ പൈലോറിക് സ്റ്റൊമക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിൻ ദാറ്റ് ഇൻഡ്യൂസസ് ദ ഗ്യാസ്ട്രിക് ജ്യൂസ് ആൻഡ് ഗ്യാസ്ട്രിക് മൊബിലിറ്റി. അതായത് സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ആ ഫുഡിൻ്റെ മൂവ്മെൻ്റ്, ഒരു മിക്സിങ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ ചേർണിങ് മൂവ്മെൻറ്റ്, അതിന് പറയുന്ന പേരാണ് ചേർണിങ് മൂവ്മെൻറ്റ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഗ്യാസ്ട്രിൻ ഹോർമോണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഹോർമോൺ ദാറ്റ് ഈസ് സെക്രീറ്റഡ് ഫ്രം ദ ഗ്യാസ്ട്രിക് റീജിയൻ ഓർ ഫ്രം ദ സ്റ്റൊമക്ക് റീജിയൻ. അതേപോലെ തന്നെ സ്റ്റൊമക്കിൽ നിന്ന് തന്നെ സെക്രീറ്റ് ചെയ്യുന്ന വേറൊരു ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് കേട്ടോ. സി ഹിയർ, സൊമാറ്റോസ്റ്റാറ്റിൻ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ
അർജന്റാഫിൻ സെൽസ് ഓഫ് ഗ്യാസ്ട്രിക് ആൻഡ് ഇൻറ്റസ്റ്റിനൽ ഗ്ലാൻസ്. അത് ഇൻറ്റസ്റ്റൈനിലും ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റൊമക്കിലും ഉണ്ട്. അതിനകത്ത് സ്റ്റൊമക്കിലുള്ള ഇറ്റ് സെക്രീറ്റ് സൊമാറ്റോസ്റ്റാറ്റിൻ. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് റെഡ്യൂസസ് ദ റിലീസ് ഓഫ് ഹോർമോൺ ഫ്രം ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. അതായത് ഫുഡ് ഇല്ലാത്ത സമയത്ത്, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഫുഡ് ഇല്ലാത്ത സമയത്ത് ഈ ഗ്യാസ്ട്രിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. അത് പക്ഷേ ഈ സൊമാറ്റോസ്റ്റാറ്റിൻ വന്നിട്ട് എല്ലാ സെക്രീഷനെയും കുറയ്ക്കും. അത് ഗ്യാസ്ട്രിക് സെക്രീഷനെ മാത്രമല്ല കുറയ്ക്കുക, ഗ്യാസ്ട്രിക് സെക്രീഷനെ മാത്രം ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്യാസ്ട്രിക് സെക്രീഷനെ കുറയ്ക്കുന്നത് സൊമാറ്റോസ്റ്റാറ്റിൻ വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അർജന്റാഫിൻ സെൽസ് ഓഫ് ദ gastric region or from the stomach region. Okay, ഇനി നമുക്ക് അടുത്ത ഗ്ലാൻഡ് ലിവർ നോക്കാം. See here, liver it is present in the right upper part of our abdomen. അതായത് നമ്മുടെ ഡയഫ്രത്തിന്റെ താഴെ അപ്പർ അബ്ഡോമനിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന 2 ലോബ്സ് ഉള്ള ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് എന്തെന്ന് പറയുന്നത്, ലിവർ എന്ന് പറയുന്നത്. ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട് 2 ലോബ്സ് ആർ പ്രസന്റ് ഇൻ ദ ലിവർ. ഇതാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. 1.2 to 1.5 കിലോഗ്രാം ആണ് അതിന്റെ വെയിറ്റ്. ആൻഡ് ഇറ്റ് ഹാസ് 2 ലോബ്സ്, 2 ലോബ്സ് ഉണ്ട്. അതിന്റെ റൈറ്റ് ലോബ് വലുതായിരിക്കും, ലെഫ്റ്റ് ലോബ് ചെറുതായിരിക്കും. ഇത് വലുതായിരിക്കും, ഇത് ചെറുതായിരിക്കും. അതേപോലെ ദ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദിസ് ലിവർ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഹെപ്പാറ്റിക് ലൊബ്യൂൾ. ഹെപ്പാറ്റിക് ലൊബ്യൂൾ ആണ് അതിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്, ഹെപ്പാറ്റിക് ലോബ്യൂൾ. ഈ ഹെപ്പാറ്റിക് ലോബ്യൂളിനെ കവർ ചെയ്തിട്ട് ഒരു കണക്റ്റീവ് ഷീത്ത് ലൈക്ക് കവറിംഗ് ഉണ്ട്. അതിന് നമ്മൾ ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും. ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, ഹെപ്പാറ്റിക് ലോബിനെ കവർ ചെയ്തിട്ടുള്ള കണക്റ്റീവ് ഷീത്ത് ലൈക്ക് സ്ട്രക്ചർ, കണക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. അതേപോലെ we can see this each cell present in this liver, it is called as hepatic cells. അതിന്റെ ഓരോ സെൽസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, ഹെപ്പാറ്റിക് സെൽസ് എന്നാണ് പറയുന്നത്. ഈ ഓരോ സെല്ലിന്റെ ഉള്ളിലും എന്തുണ്ടാവും, ലിവറിന്റെ സെക്രീഷൻ ഉണ്ടാവും. ഈ ലിവറിന്റെ സെക്രീഷൻ വന്നിട്ട് എല്ലാം കൂടെ റിലീസ് ചെയ്യുന്ന ഹെപ്പാറ്റിക് ഡക്റ്റിലേക്കാണ് ലിവറിന്റെ സെക്രീഷൻ വരുന്നത്. ഈ ഹെപ്പാറ്റിക് ഡക്റ്റ് it will open to the സിസ്റ്റിക് ഡക്ട് എന്ന് പറയുന്നത് ഈ ലിവറിനോട് അനുബന്ധമായിട്ട് കാണുന്ന വേറൊരു സ്ട്രക്ചറാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. ഗോൾ ബ്ലാഡറിന് അതിൻ്റെതായ സെക്രീഷൻ ഒന്നുമില്ല. ദാറ്റ് വിൽ സ്റ്റോർ ദ സെക്രീഷൻ ഓഫ് ലിവറിന്റെ സെക്രീഷൻ സ്റ്റോർ ചെയ്യുന്നതാണ് അത് കേട്ടോ. അപ്പൊ ലിവർ ഉണ്ടാക്കിയിട്ടുള്ള 2 ലോബ് കൊണ്ടാണ്, റൈറ്റ് ലോബ് വലുതും ലെഫ്റ്റ് ലോബ് ചെറുതുമായിരിക്കും. അതിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്ന ഹെപ്പാറ്റിക് ലൊബ്യൂൾ ആണ്. ഹെപ്പാറ്റിക് ലൊബ്യൂളിനെ കവർ ചെയ്തിട്ട് കാണുന്ന ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ, അതിൻ്റെ ഓരോ സെൽസിനും നമ്മൾ ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറയും. ഈ ഹെപ്പാറ്റിക് സെൽസ് ആണ് അതിൻ്റെ സെക്രീഷൻ ഉണ്ടാക്കുന്നത്. ഹെപ്പാറ്റിക് സെൽസ് എല്ലാം കൂടി അതിൻ്റെ സെക്രീഷൻ റിലീസ് ചെയ്യുന്ന ഹെപ്പാറ്റിക് ഡക്റ്റിലേക്കാണ്. ഹെപ്പാറ്റിക് ഡക്റ്റ് എന്ന് പറയുന്നത് ലിവർ ഡക്റ്റ് ആണ്. ഇനി എന്തൊക്കെയാണ് ഇവരുടെ സെക്രീഷൻ നോക്കാം. ദ സെക്രീഷൻ ഓഫ് ലിവർ ഈസ് നത്തിങ് ബട്ട് ബൈൽ. ലിവറിന്റെ സെക്രീഷൻ എന്താണ്, ബൈലാണ് കേട്ടോ. ബൈൽ it has 2 parts, that is bile pigment and ബൈൽ സോൾട്ട്. ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല് ബൈൽ പിഗ്മെന്റും ബൈൽ സോൾട്ടും കൂടി കൂടിയിട്ട് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഇത് ഫാറ്റിന്റെ എമൽസിഫിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്, ഒരു സെക്രീഷൻ ആണ്, ഹോർമോൺ അല്ല കേട്ടോ, ഇതൊരു സെക്രീഷൻ ആണ്. ബൈൽ എന്ന് പറയുന്ന ഒരു എൻസൈമും അല്ല. ഓക്കെ, സോ ഈ ബൈലിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. എന്താ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, ഫാറ്റ് ഈസ് നത്തിങ് ബട്ട് ഹൈഡ്രോഫോബിക് മോളിക്യൂൾ. ദേ വിൽ ഓൾവേസ് സീൻ ഇൻ ആൻ ആഗ്രിഗേഷൻ എന്നാണ് പഠിക്കുന്നത് അല്ലേ. എപ്പോഴും ഇങ്ങനെ കൂടി പിടിച്ചിരിക്കുള്ളൂ. അപ്പോൾ ഒരു ഫാറ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഫാറ്റ് ഇങ്ങനെ കൂടി പിടിച്ചിരിക്കുന്ന ഈ ഓരോ ഫാറ്റ് മോളിക്യൂളാണ്. അതിനെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിത് ഓരോന്നിനെയും തിരിച്ച് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇത് തിരിഞ്ഞു പോവാൻ സ്വന്തമായിട്ട് അത് ഇഷ്ടപ്പെടില്ല. കാരണം എന്താ, അത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള മോളിക്യൂളാണ്, ലിപ്പോഫിലിക് ആണ്, ലിപ്പിഡിൽ സോലിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും ഒരു ആഗ്രിഗേഷനിൽ കാണുന്ന ഒരു മോളിക്യൂളാണ്. അപ്പൊ ഇതിനെ തമ്മിൽ തിരിക്കുന്നത്, അതായത് ഓരോ ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈമിനെ ആക്സസ് ചെയ്യത്തക്ക രീതിയിൽ ഓരോന്നിനെ സെപ്പറേറ്റ് ആക്കി മാറ്റുന്നത് ആരാണ്, ഈ പറയുന്ന ബൈലാണ് കേട്ടോ.
That process is called as emulsification or separating the fat molecule from its aggregation. അതിൻ്റെ അഗ്രിഗേഷനിൽ നിന്ന് ഓരോരോ മോളിക്യൂളിനെ ആ ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈമിന് എക്സ്പോസ് ആവത്തക്ക രീതിയിൽ സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്ന ബൈലാണ്. അതേപോലെ തന്നെ ബൈലിൻ്റെ വേറൊരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്റ്റൊമക്കിലുള്ള ഫുഡിൻ്റെ പി എച്ച് ഹൈ അസിഡിക് പി എച്ച് ആണ് അല്ലേ. 1.8 to 2 ഈസ് ദ അസിഡിക് പി എച്ച് ഓഫ് ദ സ്റ്റൊമക്ക്. ഇനി അത് ഇൻറ്റസ്റ്റൈനിലേക്ക് വരുമ്പോഴത്തേക്കും ആ സ്റ്റൊമക്കിൽ മാത്രം മതി അത്ര അസിഡിക് പി എച്ച്. പിന്നെ അത് ഇൻറ്റസ്റ്റൈനിലേക്ക് വരുമ്പോൾ ഇറ്റ് ഹാസ് ടു ഗെറ്റ് ദ പി എച്ച് ഓഫ് ആൽക്കലൈൻ. ആൽക്കലൈൻ പി എച്ച് വേണം. ആ ആൽക്കലൈൻ പി എച്ച് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് ബൈൽ എന്ന് പറയുന്നത് കേട്ടോ. സോ ബൈൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ മേക്കിംഗ് ആൽക്കലൈൻ പി എച്ച് ആസ് വെൽ ആസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. അപ്പോൾ ഈ ഹെപ്പാറ്റിക് ലോബ്യൂളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ വന്നിട്ട് ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി ദാറ്റ് വിൽ എൻ്റർ ഇൻ ടു ഗോൾ ബ്ലാഡർ. ഗോൾ ബ്ലാഡറിലേക്ക് എൻ്റർ ചെയ്യും. ഈ ഗോൾ ബ്ലാഡറിലാണ് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഇനി ബൈൽ പിഗ്മെന്റ്സ് രണ്ട് തരത്തിലുണ്ട്. ദാറ്റ് ഈസ് ബിലിറൂബിൻ ആൻഡ് ബിലിവിരിഡിൻ. ബിലിറൂബിൻ ആൻഡ് ബിലിവിരിഡിൻ. അതേപോലെ തന്നെ ബൈൽ സോൾട്ടും രണ്ട് തരത്തിലുണ്ട്. ദാറ്റ് ഈസ് സോഡിയം ഗ്ലൈക്കോകോളേറ്റ് ആൻഡ് സോഡിയം ടോറോകോളേറ്റ്. സോഡിയം ഗ്ലൈക്കോകോളേറ്റും സോഡിയം ടോറോകോളേറ്റ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ബൈൽ സോൾട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ബിലിറൂബിൻ, ബിലിവിരിഡിൻ, ദീസ് ആർ ദ ബൈൽ പിഗ്മെന്റ് ആൻഡ് സോഡിയം ഗ്ലൈക്കോകോളേറ്റ് ആൻഡ് സോഡിയം ടോറോകോളേറ്റ് ദാറ്റ് ഈസ് ദ ദിസ് വൺ ബൈൽ സോൾട്ട്. ഇത് രണ്ടും കൂടെ സ്റ്റോർ ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ചെറിയ സ്ട്രക്ചറിലാണ്. ഈ പറയുന്ന ഒരു സ്ട്രക്ചർ ഇത് ഗോൾ ബ്ലാഡർ ആണ് കേട്ടോ. ഈ ഗോൾ ബ്ലാഡറിന്റെ ഈ ഡക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റിക് ഡക്റ്റ്. ഇത് നമ്മളെ ഹെപ്പാറ്റിക് ലോബ്യൂളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഓരോ ഹെപ്പാറ്റിക് ലോബിയിൽ നിന്നും വരുന്ന ഡക്റ്റ് ആണ്. അതിനെ ഹെപ്പാറ്റിക് ഡക്റ്റ് എന്ന് പറയും. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? common bile duct എന്ന് പറയും. This is called as common bile duct. Okay. So this is the function of liver. Liver is the largest gland present in our body. 1.2 മുതൽ 1.5 കിലോഗ്രാം വരെയാണ് അതിൻ്റെ വെയിറ്റ്. 2 ലോബായിട്ടാണ് കാണുക. അതിൻ്റെ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെപ്പാറ്റിക് ലോബ്യൂളാണ്. ഹെപ്പാറ്റിക് സെൽസ് കൊണ്ടാണ് ലിവർ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ഹെപ്പാറ്റിക് സെല്ലും അതിൻ്റെ സെക്രീഷൻ ഉണ്ടാക്കുക. അതിൻ്റെ സെക്രീഷൻ എന്ന് പറയുന്ന ബൈലാണ്. ബൈൽ കണ്ടെയ്ൻ ചെയ്യുന്ന ബൈൽ പിഗ്മെൻറ്റും ബൈൽ സോൾട്ടുമാണ്. ബൈൽ പിഗ്മെന്റ് ബിലിറൂബിനും ബിലിവിരിഡിനുമാണ്. ബൈൽ സോൾട്ട് സോഡിയം ഗ്ലൈക്കോകോളേറ്റും സോഡിയം ടോറോകോളേറ്റുമാണ്. ഇതിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ലിവറിന്റെ സെക്രീഷൻ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഗോൾ ബ്ലാഡർ ആണ്. ഈ ലിവറിന്റെ ഡക്റ്റിന് നമ്മൾ ഹെപ്പാറ്റിക് ഡക്റ്റ് എന്ന് പറയും. ഗോൾ ബ്ലാഡറിന്റെ ഡക്റ്റിന് നമ്മൾ സിസ്റ്റിക് ഡക്റ്റ് എന്ന് പറയും. ഹെപ്പാറ്റിക് ഡക്റ്റും സിസ്റ്റിക് ഡക്റ്റും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് കോമൺ ബൈൽ ഡക്റ്റ് എന്ന് പറയും കേട്ടോ. ഇനി this will be stored inside this gallbladder. Now we are going to see the next gland, that is pancreas. ഇനി നമുക്ക് pancreas നോക്കാം. Pancreas it is a heterocrine gland. അതൊരു heterocrine gland ആണ്, അല്ലെങ്കിൽ ഒരു composite gland ആണ്. നമ്മൾ കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, pancreas that is a heterocrine gland. It has both exocrine and endocrine cells. Exocrine cells നമ്മൾ എന്ത് പറയും? Cells of acini. Okay, cells of acini. Okay, ഈ cells of acini ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? The pancreatic juice അല്ലെങ്കിൽ pancreatic enzymes സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി pancreatic enzymes ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. See here, the pancreas it secrete the enzymes from the acinous cells or acini that include trypsinogen, chymotrypsinogen, procarboxypeptidase, pancreatic amylase, then pancreatic lipase, nucleases. It also secrete bicarbonate,
ഓക്കെ, ഇതൊക്കെയാണ് ഈ എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ. പാൻക്രിയാസിന്റെ എക്സോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻ ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ട്രിപ്സിനോജൻ ഈസ് എ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം. ട്രിപ്സിനോജൻ എന്താണ്? ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. കൈമോട്രിപ്സിനോജൻ ഈസ് ഓൾസോ എ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം. Procarboxypeptidase is also a protein digesting enzyme. Pancreatic amylase, that is a carbohydrate digesting enzyme. Pancreatic lipase, that is a fat digesting enzyme. അതുപോലെ nucleases, that is a nucleic acid digesting enzyme. Okay, അപ്പോൾ ഇതൊക്കെയാണ് പാൻക്രിയാസിന്റെ സെക്രീഷൻ. ഇത് കൂടാതെ ബൈകാർബണേറ്റ് ഈസ് ഓൾസോ എ സെക്രീഷൻ ഫ്രം ദ പാൻക്രിയാസ്. ബൈകാർബണേറ്റ് ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൽക്കലൈൻ പി എച്ച് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബൈകാർബണേറ്റ് സെക്രീറ്റ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ ഇതാണ് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ്, ഹെട്രോക്രൈൻ ഗ്ലാൻഡ്, ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ അവർ സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്ക് ഏത് ഭാഗത്തായിരിക്കുന്നത്? കണ്ടോ, ഇങ്ങനെ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇരിക്കുന്നത് അല്ലെ. ആ സ്റ്റൊമക്കിന്റെയും അതേപോലെ ആ ഡിയോഡിനത്തിന്റെ ഇടയ്ക്കായിട്ട് കാണുന്ന റീജിയനിൽ, ആ സി ഷേപ്ഡ് ഡിയോഡിനത്തിന്റെ നടുക്കായിട്ട് കാണുന്ന ഗ്ലാൻഡ് ആണ് ഈ പറയുന്ന പാൻക്രിയാറ്റിക് ഗ്ലാൻഡ്. പാൻക്രിയാസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഡക്ട് ദാറ്റ് ഈസ് കോൾഡ് ആസ് പാൻക്രിയാറ്റിക് ഡക്ട്. പാൻക്രിയാറ്റിക് ഡക്ട് ഓപ്പൺ ചെയ്യുന്നത് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ഹെപ്പാറ്റോ പാൻക്രിയറ്റ്, ഇവിടുന്ന് വരുന്ന കോമൺ ബൈൽ ഡക്റ്റ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്യുന്ന പാൻക്രിയാസിന്റെ ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യും. ആ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഇവിടുന്നൊക്കെ സെക്രേറ്റ് ചെയ്യുന്ന എല്ലാ സെക്രേഷൻസും കൂടി വരുന്ന പാൻക്രിയാറ്റിക് ആംപ്യൂള റീജിയനിലേക്കാണ്. പാൻക്രിയാറ്റിക് ആംപ്യൂള വഴി അത് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യും. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ഓപ്പൺ ചെയ്യുന്ന എങ്ങോട്ടാണെന്നറിയോ? ഈ ഡിയോഡിനം റീജിയനിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ഇറ്റ് ഓപ്പൺസ് ടു ദ ഡിയോഡിനം റീജിയൻ. And we can see there is a sphincter which will control the entry of this hepatopancreatic juice to the duodenum, that is called as sphincter of Oddi. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് sphincter of Oddi. സ്പിങ്ക്ടർ ഓഫ് ഓഡി ഇരിക്കുന്നത് എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ പാൻക്രിയാറ്റിക് ആംപ്യൂളയുടെ അടുത്തായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. പാൻക്രിയാറ്റിക് ആംപ്യൂള എന്ന് പറയുന്ന പാൻക്രിയാസിന്റെ സെക്രീഷൻ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് പാൻക്രിയാറ്റിക് ആംപ്യൂള എന്ന് പറയുന്നത്. അപ്പൊ പാൻക്രിയാറ്റിക് ആംപ്യൂള റീജിയൻ ഓപ്പൺസ് ടു ദ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് opens to the duodenum region. It is guarded by the sphincter of Oddi. അപ്പോൾ പാൻക്രിയാസിന്റെ സെക്രീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബൈകാർബണേറ്റ്, ദാറ്റ് ഈസ് ടു ന്യൂട്രലൈസ് ദ പി എച്ച് ആൻഡ് മേക്ക് ദ ആൽക്കലൈൻ പി എച്ച് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഓർ ദ ഡിയോഡിനം റീജിയൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ലിവറും അതുപോലെ തന്നെ പാൻക്രിയാസ് ഇവർ രണ്ടുപേരും സെക്രീഷൻ എങ്ങോട്ടാ വരാ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡിയോഡിനം റീജിയനിലേക്കാണ് വരാ. ഇവരുടെ രണ്ടുപേരുടെയും സെക്രീഷൻസ്, ഈ ലിവറിന്റെയും പാൻക്രിയാസിന്റെയും സെക്രീഷൻസ് ആൽക്കലൈൻ പി എച്ചിലെ വർക്ക് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആൽക്കലൈൻ പി എച്ച് ഉണ്ടാക്കുന്ന ബൈലും ബൈകാർബണേറ്റും കൂടിയിട്ടാണ് കേട്ടോ. അതേപോലെ ഇതിനകത്ത് സെക്രീറ്റ് ചെയ്യുന്ന കുറെ എൻസൈംസ് ഉണ്ട്. ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സിപെപ്റ്റിഡേസ്, പാൻക്രിയാറ്റിക് അമൈലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസസ്, ന്യൂക്ലിയേസസ്. ഇതാണ് പാൻക്രിയാസിന്റെ സെക്രീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ പാൻക്രിയാസിന് endocrine secretion ഉണ്ട് അല്ലേ? endocrine secretion it is from the islets of Langerhans. islets of Langerhans എന്ന് പറയുന്ന റീജിയനിൽ നിന്നാണ് പാൻക്രിയാറ്റിക് സെക്രീഷൻ ഉള്ളത്. എൻഡോക്രൈൻ സെക്രീഷൻ ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലൂക്കോഗോണും ബീറ്റാ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിനുമാണ് അല്ലേ? അതിവിടെ ഡയറക്റ്റ് ഡൈജഷനൊന്നും ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മളതോടെ പറഞ്ഞില്ല. സോ ഹിയർ there are some enzymes which is secreted from there are some hormones which is secreted from this pancreas, that is nothing but pancreatic polypeptide. pancreatic polypeptide എന്ന് പറയുന്ന ഒരു ഹോർമോണും സെക്രീറ്റ് ചെയ്യുന്നുണ്ട് പാൻക്രിയാസിൽ നിന്ന്. ആ ഹോർമോൺ ഇറ്റ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ്. വേണ്ടാത്ത സമയത്ത് പാൻക്രിയാറ്റിക് ജ്യൂസിനെ സപ്രസ് ചെയ്ത് നിർത്തുന്ന ആരാണ്? pancreatic polypeptide, which is synthesized and secreted from the pancreas itself. Okay, ഇതാണ് പാൻക്രിയാസിൽ നിന്നുള്ള ടോട്ടൽ സെക്രീഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. Now next one we can see the small intestine secretions from the small intestine. എന്തൊക്കെയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സെക്രീഷൻസ് നമുക്ക് നോക്കാം. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇറ്റ് ഹാസ് സെക്രീറ്ററി സെൽസ്, യൂണിസെല്ലുലാർ സ്ട്രക്ചർ ആണ് ഇവിടെ സെക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഹിയർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇറ്റ് വിൽ സെക്രീറ്റ് മെനി എൻസൈംസ് that include
small intestinal secretions we will call as succus entericus. Okay, small intestine secretion or intestinal juice. Intestinal juice is called as succus entericus. എന്തൊക്കെയാണ് succus entericus ഉള്ളത് നമുക്ക് നോക്കാം. Here the major enzyme which is secreting from this succus entericus is enterokinase. Okay, enterokinase, it will help in activating the pancreatic enzyme. It activates the pancreatic enzyme. നമ്മൾ പാൻക്രിയാറ്റിക് എൻസൈം പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യത്തെ എൻസൈം പറഞ്ഞ ഏതാ? ട്രിപ്സിനോജൻ ആണ് അല്ലെ. ട്രിപ്സിനോജൻ that will be converted. Trypsinogen is an inactive enzyme. It will be converted to active trypsin. ഈ ആക്റ്റീവ് ട്രിപ്സിൻ വന്നിട്ട് കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനാക്കി മാറ്റും. ഓക്കെ, കൈമോട്രിപ്സിൻ വന്നിട്ട് പ്രോകാർബോക്സി പെപ്റ്റിഡേസ്, അതും എന്താണ്? ഒരു inactive enzyme ആണ്. So it will be changed into carboxy peptidase. ഇങ്ങനെ ഓരോ എൻസൈംസും പാൻക്രിയാറ്റിക് എൻസൈംസും ഒക്കെ ആക്റ്റീവ് ആകുന്നത് ഈ പറയുന്ന enterokinase എന്ന് പറയുന്ന small intestine secretion കൊണ്ടാണ് കേട്ടോ. Enterokinase is an enzyme which will help in activating the pancreatic juice, that is trypsinogen to trypsin, chymotrypsinogen to chymotrypsin, procarboxy peptidase to carboxy peptidase, etc. അതായത് ട്രിപ്സിനോജനെ ട്രിപ്സിൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്സിൻ ബാക്കി എല്ലാ എൻസൈംസിനെ ആക്റ്റീവ് ആക്കിക്കോളും. Now the next enzyme which is secreted from this small intestine, it is nothing but disaccharidase enzyme. Disaccharidase enzyme എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാൻക്രിയാറ്റിക് അമൈലേസ് ഡൈജസ്റ്റ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ഡൈസാക്കറൈഡിന്റെ ഫോമിലായിരിക്കും കാണുക. അതായത് രണ്ട് ഷുഗർ മോളിക്യൂൾ ആയിട്ടായിരിക്കും കാണുക. ഈ രണ്ട് ഷുഗർ മോളിക്യൂളിനെ വീണ്ടും തിരിച്ചിട്ട് മോണോസാക്കറൈഡ് ആക്കി മാറ്റുന്ന എൻസൈമാണ് ഡൈസാക്കറൈഡേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡൈപെപ്റ്റിഡേസ് കാണാം. കുറെ തരത്തിലുള്ള പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം എവിടെ ഉണ്ട്? പാൻക്രിയാറ്റിക് ജ്യൂസിലുണ്ട് അല്ലെ. ആ പാൻക്രിയാറ്റിക് ജ്യൂസിലെ കാണുന്ന കുറെ തരത്തിലുള്ള പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് വന്നിട്ട് ഈ പെപ്റ്റൈഡ്സിനെയും പെപ്റ്റോൺസിനെയും ഒക്കെ എന്തായിട്ട് മാറ്റും? ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റും. ഈ ഡൈപെപ്റ്റൈഡിനെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത് ഡൈപെപ്റ്റിഡേസ് എൻസൈം which is secreted from the small intestine. അതേപോലെ നെക്സ്റ്റ് എൻസൈം which is present in this is nucleotidase. ന്യൂക്ലിയോറ്റിഡേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പാൻക്രിയാറ്റിക് ന്യൂക്ലിയേസസ് ആണ്. പാൻക്രിയാറ്റിക് ന്യൂക്ലിയേസസ് എന്ത് ചെയ്യും? ന്യൂക്ലിക് ആസിഡിനെയൊക്കെ ന്യൂക്ലിയോടൈഡ് ആക്കി മാറ്റും. ഈ ന്യൂക്ലിയോടൈഡിനെ ന്യൂക്ലിയോസൈഡ്സ് ആക്കി മാറ്റുന്ന എൻസൈമാണ് ന്യൂക്ലിയോറ്റിഡേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ന്യൂക്ലിയോസിഡേസ്. ഓരോ ന്യൂക്ലിയോടൈഡിനെയും ന്യൂക്ലിയോസൈഡ്സ് ആക്കി മാറ്റുന്നതാണ് ന്യൂക്ലിയോറ്റിഡേസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോസിഡേസ് എന്ന് പറയുന്ന ന്യൂക്ലിയോറ്റിഡേസ് എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡിനെ ന്യൂക്ലിയോസൈഡ് ആക്കി മാറ്റുന്നതാണ്. ന്യൂക്ലിയോസിഡേസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോസൈഡിനെ ഷുഗറും അതുപോലെ തന്നെ നൈട്രജൻ ബേസുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ന്യൂക്ലിയോസിഡേസ് എൻസൈം എന്ന് പറയുന്നത്. അതേപോലെ we can see the lipases. It is nothing but triglyceride. It will be converted into monoglyceride and diglyceride. Okay, so here the small intestinal lipases are also present. Lipases എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാൻക്രിയാറ്റിക് ലിപ്പേസ് പറഞ്ഞില്ലേ, പാൻക്രിയാറ്റിക് ലിപ്പേസ് വന്നിട്ട് ലിപ്പിഡ് മോളിക്യൂളിനെ ട്രൈഗ്ലിസറൈഡും ഡൈഗ്ലിസറൈഡും ആക്കി മാറ്റുന്നുണ്ട്. ഈ ട്രൈഗ്ലിസറൈഡ് ആണെങ്കിൽ സ്മോൾ ഇന്റസ്റ്റിനൽ ലിപ്പേസ് വന്നിട്ട് അതിനെ ഡൈഗ്ലിസറൈഡും ഫാറ്റി ആസിഡും ആക്കി മാറ്റും. അത് ഡൈഗ്ലിസറൈഡ് ആയിട്ടാണ് ഡൈജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് മോണോഗ്ലിസറൈഡും അതുപോലെ ഫാറ്റി ആസിഡും ആക്കി മാറ്റാം. അതുപോലെ മോണോഗ്ലിസറൈഡ് ഫോമിലാണ് ആ ഫാറ്റ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി ചേഞ്ച് ചെയ്യുന്ന കാണാം. എന്ത്? സ്മോൾ ഇന്റസ്റ്റിനൽ സെക്രീഷൻ. ഓക്കെ, അതാണ് ഇന്റസ്റ്റിനൽ ലിപ്പേസിന്റെ ഫംഗ്ഷൻ വന്നിട്ട്. സോ ദീസ് ആർ ദ സെക്രീഷൻസ് ഫ്രം ദ സക്കസ് എൻറ്ററിക്കസ് ഓർ ദ ഇൻറ്റസ്റ്റിനൽ സെക്രീഷൻ. അതേപോലെ ഇൻറ്റസ്റ്റൈൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുടെ ഗ്യാസ്ട്രിക് സെക്രീഷനെയും അതേപോലെ
എലിമെന്ററി ട്രാക്റ്റിൽ നിന്നുള്ള പല എൻസൈമിന്റെ സെക്രീഷൻസിനെയും ഹോർമോണൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോന്നായിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റ് എക്സാമിന് പണ്ടൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. One hormone that is secreted from duodenum region നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് enterogasterone. Enterogasterone എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് ആണ്. ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻഹിബിറ്റ് ദ ഗ്യാസ്ട്രിക് സെക്രീഷൻ. ഗ്യാസ്ട്രിക് സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എന്ററോഗ്യാസ്ട്രോൺ. അതായത് ഗ്യാസ്ട്രിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഹോർമോൺ ആണ് enterogastrone എന്ന് പറയുന്നത്. So that is produced from the duodenum region. Next one is secretin. സെക്രീറ്റിനും എവിടെന്നാ സെക്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിയോഡിനം റീജിയനിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ സെക്രീറ്റിനാണ് കേട്ടോ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ഹോർമോൺ. ഏറ്റവും ഫസ്റ്റ് എൻഡോക്രൈൻ സെക്രീഷൻ നമ്മൾ കണ്ടുപിടിച്ച സെക്രീറ്റിനാണ്. ദാറ്റ് ഈസ് സെക്രീറ്റഡ് ഫ്രം ദ ഡിയോഡിനം റീജിയൻ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇൻഡ്യൂസസ് ദ സെക്രീഷൻ ഓഫ് ബൈൽ. ബൈലിന്റെ സെക്രീഷനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ ആണ് സെക്രീറ്റിൻ എന്ന് പറയുന്നത്. ബൈലിന്റെ സെക്രീഷനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ സെക്രീറ്റിൻ. നെക്സ്റ്റ് വൺ ഈസ് കോൾസിസ്റ്റോകൈനിൻ. CCK is nothing but കോൾസിസ്റ്റോകൈനിൻ. ഈ കോൾസിസ്റ്റോകൈനിൻ നമ്മുടെ എൻറ്റയർ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ എൻറ്റയർ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കോൾസിസ്റ്റോകൈനിൻ. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. And it induces the gallbladder and pancreas. Gallbladder in the ബൈലിന്റെ സെക്രീഷനെ പാൻക്രിയാസിൽ നിന്ന് പാൻക്രിയാറ്റിക് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ ആണ് കോൾസിസ്റ്റോകൈനിൻ. നെക്സ്റ്റ് വൺ ഈസ് ഡിയോക്രിനിൻ. ഡിയോക്രിനിൻ എന്ന് പറയുന്ന ഹോർമോൺ ഡിയോഡിനം റീജിയനിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഡിയോഡിനം റീജിയനിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഈ ഹോർമോൺ ഇറ്റ് ഇൻഡ്യൂസസ് ദ ബ്രൂണേഴ്സ് ഗ്ലാൻഡ്. ബ്രൂണേഴ്സ് ഗ്ലാൻഡിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഡിയോക്രിനിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സെക്രീറ്റഡ് ഫ്രം ഡിയോഡിനം. ബ്രൂണേഴ്സ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ എന്താണ്? മ്യൂക്കസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നെക്സ്റ്റ് വൺ ഈസ് എന്ററോക്രിനിൻ. എന്ററോക്രിനിൻ എന്ന് പറയുന്ന ഹോർമോൺ എൻറ്റയർ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. അത് എന്തിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ഇൻറ്റസ്റ്റിനൽ ജ്യൂസിനെ അല്ലെങ്കിൽ സക്കസ് എൻറ്ററിക്കസിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന എന്താണ്? ഈ പറയുന്ന എന്ററോക്രിനിൻ ആണ് കേട്ടോ. Now next one is villikinin. Villikinin, it is produced from the entire small intestine and it will help in movement of the villi and microvilli. ആ വില്ലയുടെ മൈക്രോവില്ലയുടെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് villikinin എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സെക്രീറ്റഡ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞതാണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഈ സൊമാറ്റോസ്റ്റാറ്റിൻ ഹോർമോൺ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അർജന്റാഫിൻ സെൽസ് ഓഫ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഇൻറ്റസ്റ്റിനൽ ഗ്ലാൻഡ്സ്. ഇൻറ്റസ്റ്റിനൽ ഗ്ലാൻഡ്സിലുണ്ട് അർജന്റാഫിൻ സെൽസ്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഡിക്രീസസ് ദ ഹോർമോൺ ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. അതായത് ഗ്യാസ്ട്രിക് സെക്രീഷനെയും കുറയ്ക്കും, അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഇൻറ്റസ്റ്റിനൽ സെക്രീഷനെ കുറയ്ക്കും, പാൻക്രിയാസിന്റെ സെക്രീഷനും എല്ലാ സെക്രീഷൻസും കുറയ്ക്കും ഫുഡ് അവൈലബിൾ അല്ലാത്തപ്പോൾ. നെക്സ്റ്റ് വൺ ഈസ് പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്. വി ഓൾറെഡി സെഡ്, റൈറ്റ്? So here these are the different hormones. It will regulate the activity of our digestive system. Digestive system regulate ചെയ്യുന്ന കുറെ ഹോർമോൺസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. പിന്നെ ഇനി നമ്മൾ നോക്കിയാൽ നമ്മുടെ സലൈവറി ഗ്ലാൻഡിനെ മാത്രം സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാനും അതിനെ സപ്രസ് ചെയ്യിപ്പിക്കാനും ആരുമില്ല അല്ലേ? സലൈവറി ഗ്ലാൻഡ്സിനെ ശരിക്കും സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ആരാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ വിഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫുഡ് ഓർ the smell of it or memory of a particular food that can lead to salivation. That is due to the neural control, that is due to medulla region will control the salivation. Salivation control ചെയ്യുന്ന medulla region ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ different glands secretion for the digestion of the food. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സക്കസ് എൻറ്ററിക്കസ് എന്ന് പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സെക്രീഷൻ എന്ന് പറയുന്നതാണ് സക്കസ് എൻറ്ററിക്കസ്. അതിനകത്ത് കാണുന്ന കുറെ എൻസൈംസിന്റെ പേരാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നാണ്. അതും ഡിയോഡിനം റീജിയനിൽ നിന്നാണ് മിക്കവാറും ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. ആ ഹോർമോൺസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ്ട്രോന് നേരെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന ഹോർമോൺ എന്ററോഗ്യാസ്ട്രോൺ. ഇത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൾസിസ്റ്റോകൈനിൻ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സൊമാറ്റോസ്റ്റാറ്റിൻ ഓൾസോ ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സൊമാറ്റോസ്റ്റാറ്റിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് കാണാം ഈ
pancreatic somatostatin വേറൊരു ഫംഗ്ഷൻ ആണ് എന്താണ് ഈ somatostatin ഇവിടെ നമ്മൾ പറയുന്ന gastric glands എന്നും അതുപോലെ തന്നെ small intestine glands എന്നും സെക്രീറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ പാൻക്രിയാസിന്റെ സെക്രീഷനും ഉണ്ട് ഈ പറയുന്ന somatostatin. ഓക്കെ, പാൻക്രിയാസിൽ സെക്രീറ്റ് ചെയ്യുന്നത് somatostatin. പാൻക്രിയാസിന്റെ somatostatin that will suppress the alpha and beta cells of pancreas. അതായത് ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും സെക്രീഷനെ കുറച്ച് കളയുന്ന ഒരു ഹോർമോണാണ് somatostatin. ഓക്കെ, അതും ഒന്ന് ഓർത്തിരുന്നോളാം. ഞാനത് ആ കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പറഞ്ഞപ്പോൾ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ പറഞ്ഞപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ യു ജസ്റ്റ് കമ്പയർ ആൻഡ് സ്റ്റഡി somatostatin which is produced from the gastric and intestinal part. It will help in suppressing or reducing the release of hormone from the digestive tract. Somatostatin which is produced from the pancreatic endocrine cells that will suppress the activity of alpha and beta cells and it reduces the production of insulin and glucagon. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് the digestion of food. അത് വളരെ ഈസിയാണ്. We will see in the next session that.